ഞങ്ങള് ടൗണിൽ കൂടെ കാറിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതെ, ഇന്ത്യൻ അസോസിയേഷൻ. പ്രവാസി മലയാളി. അത് ശരി. ശരിക്കും ദുബായിലെ ഒരു സിറ്റി പോലെ തന്നെ ഇവിടെ കാണുമ്പോ അല്ലേ? അതെ അതെ. എത്ര ദൂരം പോയിപ്പോ? കോലാലംപൂർ സിറ്റി. We are rounding കോലാലംപൂർ സിറ്റി. മലേഷ്യ കോലാലംപൂർ ടൗണിലെ ഒരു ഏരിയയിലുള്ളത്. ഇതാണ് ബാത്റൂം, പബ്ലിക് ബാത്റൂമായി കാണും. മാള മലേഷ്യയിലെ നാഷണൽ മോസ്കാണ്. ടൂറിസ്റ്റുകളൊക്കെ വരുന്ന മോസ്കാണ്. ഇവിടെ ഈ അബുദാബിയിൽ പോലെ തന്നെ ലേഡീസിന് ബുക്കിടണം. ഇത് മോസ്കിൻ്റെ ഇൻസൈഡാണ്. അബുദാബിയുടെ എമിറേറ്റ്സ് മോസ്കിൻ്റെ വേറെ ഒരു പ്രശ്നം. ഇത് മെയിൻ എൻട്രൻസ് ആണ്, മോസ്കിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് ഈ മലേഷ്യയിലെ നാഷണൽ മോസ്കിൻ്റെ മിനിയേച്ചർ രൂപമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയിലൂടെ പഴയ കാലത്ത് വലിയ വലിയ ആൾക്കാർ വന്ന ഫോട്ടോ എടുത്തത്. മലേഷ്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. ആ ഏരിയയാണ് ബിൽഡിങ്, ഗവൺമെൻറ് ബിൽഡിങ്ങുകളത്. എല്ലാ ബിൽഡിങ്ങും ഗവൺമെൻറ്റാണ്. ഇതാണ് ആ ഏരിയ. നല്ല ക്ലീൻ തന്നെയാണ് എല്ലാ സ്ഥലവും. ഇത് ഇവിടുത്തെ അമ്പലമാണ്. ഇന്നിവിടെ തൈപ്പൂയത്തിൻ്റെ തിരക്കാണ്. തൈപ്പൂയം ഇവിടുത്തെ ഏറ്റവും വലിയ അമ്പലമാണ് മലേഷ്യയിൽ. അത് കാരണം ഇവിടെ അവധിയാണ്. ഇന്നും നാളെയൊക്കെ അവധിയാണ്. ഇവിടെ ഇന്ത്യൻ ഹോട്ടൽസാണ് കൂടുതൽ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബിസി ഏരിയ. കോലാലംപൂര് ഉള്ള 7 കിലോമീറ്റർ വലിപ്പമുള്ള ടണലാണ്. അത്രയും ദൂരം 7 കിലോമീറ്റർ. മൈ ഗോഡ്, ഫാന്റാസ്റ്റിക്. ഇതാണ് ടിൻ ടവർ. ഇവിടുത്തെ ടിൻ ടവറാണത് കോലാലംപൂര്. ദുബായിൽ ബർജ് ഖലീഫയൊക്കെ പോലെ.
ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ വണ്ടികളത് നിറച്ച് ടൂറിസ്റ്റുകളാണ്. പോഷ് ഏരിയയാണത്, മലേഷ്യയിലെ പോഷ് ഏരിയയാണത്. ഇതാണ് മിസ്റ്റർ ഷെരീഫ് വെയിറ്റ് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ ലൊക്കേഷൻ മാറാൻ പോവാണ് അല്ലേ, അടുത്ത ലൊക്കേഷനിൽ പിടിക്കാൻ പോവാ.